ഹലോ. ഇന്ന് ബോറടിച്ചിരുന്നപ്പം ഞങ്ങൾക്ക് തോന്നി മാളിൽ പോവാന്ന്. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും വലിയ മാളായ നമ്മുടെ ഫോണിക്സ് മാളിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് മക്കളെ കാണുന്നത്. അടിപൊളി തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ലാർജസ്റ്റ് മാളായതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊന്നും മൈൻഡാക്കിയില്ല, ആൾക്കാരൊന്നും മൈൻഡാക്കി നമ്മൾ നമ്മുടെ ജോലി എടുത്ത് നമ്മൾ നടന്നു. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ ആ ടൈം ആയപ്പോഴായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഒരു ഗ്രീനറി ആ ഒരു ഐറ്റംസ് ആണ് കേട്ടോ. കൂടുതൽ നമ്മുടെ പച്ചപ്പായ മരങ്ങളും പൂക്കളും അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു അവർ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു, ഒന്നും പറയാനില്ല. അതിൽ ലൈറ്റും കൂടെ വന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. ഇത് പിന്നെ നമ്മുടെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റ് ടൈപ്പായിട്ട് ഒരുപാട് ഫുഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോയില്ല. നമ്മൾ പുറത്തെ കാഴ്ചകളും ഉള്ളിലെ കാഴ്ചകളൊക്കെ ആയിട്ട് കണ്ട് നടന്ന് അങ്ങനെ ടൈം പോയി. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിനോടനുബന്ധമായിട്ട് അവർ സെറ്റ് ചെയ്ത കുറച്ച് ട്രീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നല്ല യെല്ലോ ലൈറ്റും ഗോൾഡൻ ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫോട്ടോഷൂട്ടിനാണെങ്കിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ഓരോരോ സെഷനിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ട്രീസ് ആണെങ്കിലും പല ലൈറ്റിങ്ങിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ബ്ലൂവും ഗ്രീനും ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അത്ര ഭംഗിയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഉള്ളിൽ അവർ ചെയ്തു വെച്ചാണ് കേട്ടോ. കണ്ടില്ലേ, ഫുൾ ഗ്രീനറിയും അതുപോലെ പൂക്കളൊക്കെ ആയിട്ട് എന്ത് രസമാണല്ലേ ആക്കി വെച്ചിരിക്കുന്നത് കാണാൻ. എൻ്റെ അമ്മ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ഈ ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് എത്തി കേട്ടോ. ഇവിടെ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ കുറേ ടൈം അതിൽ സ്പെൻഡ് ചെയ്യും, കാരണം അത്രയും രസമാണ് ഓരോരോ സൈഡും. അപ്പോൾ ഇത് കണ്ണിന് കുളിർമയേകുന്ന കുറേ കളർ ഐറ്റംസുകളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിലൊക്കെ ഈ ഒരു ക്രിസ്മസിനോടനുബന്ധമായിട്ട് അവർ കുറേ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പെർഫ്യൂം ആണെങ്കിലും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസൊക്കെ അനുബന്ധമായിട്ട് ട്രീസൊക്കെ വെച്ചിട്ടുണ്ട്. 2000 എബോ ആണ് ഈ ഒരു ട്രീസിനൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു